ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെറിയൊരു പൊടിക്കൈയായിട്ടാണ് വന്നിരിക്കുന്നത്. മുഖം വെളുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചു വീഡിയോ ആണ് കേട്ടോ. കറുപ്പിന് ഇഷ്ടമുള്ളവർ അവർക്ക് ആ ഇഷ്ടമുള്ള കളർ കൊണ്ട് മുന്നോട്ട് പോവുക. വെളുക്കാൻ ആഗ്രഹിക്കുന്നവർ വെളുക്കാനുള്ള ടിപ്സുകൾ പയറ്റി നോക്കുക, അല്ലേ? അതല്ല ശരി. അപ്പോഴേക്കും നമ്മളിത് ഇന്ന് കുറച്ച് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ മുഖത്തെ നല്ല ഗ്ലോ ഉള്ളതാക്കി മാറ്റാം, അല്ലെങ്കിൽ നിറം വെപ്പിക്കാമെന്ന്. ഈ നിറം വെക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങ് വെളുത്ത് നമ്മൾ പോകുന്നല്ല ഒരിക്കലും പറയുന്നത്. നമ്മുടെ ആ ഒരു കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ സ്കിന്ന് ഒരു ഡാർക്ക്നെസ് വീണിരിക്കുന്നതൊക്കെ ഒന്ന് മാറി നമ്മുടെ മുഖം ഒന്ന് ഫെയർ ആവും. അത് എന്തൊക്കെ ചെയ്താലും നമ്മുടെ മുഖം നല്ല ഭംഗിയായിട്ട് തന്നെ വരും. അത് നമ്മൾ കുറച്ച് മനസ്സ് വെച്ച് ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്താൽ നമ്മുടെ മുഖം നല്ലതായിട്ട് മാറ്റമുണ്ടാകും, നിറം വെക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് ആയ കോഫി പൗഡറും അതുപോലെ തന്നെ പാൽപ്പൊടിയും തൈരും ചേർത്താണ് ഇന്നത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കും എപ്പോഴും നല്ലത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലാത്തൊരു നമുക്ക് തൊട്ടടുത്ത് 2 രൂപയുടെ ചെറിയ പാക്കറ്റ് കിട്ടുമല്ലോ, അത് വാങ്ങുക. സാധാ കോഫി പൗഡറും ഉപയോഗിക്കാമെങ്കിലും അതിനത്രയും എഫക്റ്റ് ഉണ്ടാവില്ല, ഇതായിരിക്കും കൂടുതൽ എഫക്റ്റ്. അപ്പോൾ ഈ പാൽപ്പൊടിയും അത് ഇല്ലാത്തവർക്കാണെങ്കിൽ അരിപ്പൊടിയും യൂസ് ചെയ്യുക. പിന്നെ തൈരിന് പകരം നാരങ്ങ നീരോ പാലോ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മുഖത്തിന് ചേരുന്ന ഓരോ വസ്തുക്കളുണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങളുടെ മുഖത്തിന് അത് യോജിക്കുമെങ്കിൽ മാത്രം പാലോ തൈരോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു പാകത്തിനാവണം. ഇനി ഏതൊരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഒരു തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് കോഫി പൗഡറും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ എടുത്തിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് മുഖം ആ ഒരു തക്കാളി നീരും ആ ഒരു കോഫി പൗഡറും പഞ്ചസാരയൊക്കെ ആയിട്ട് മുഖം സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലൊരു തിളക്കം കിട്ടും. അതായത് നമ്മുടെ സൗന്ദര്യത്തിന് സഹായിക്കുന്നതിൽ നാം പല അടുക്കള ചേരുവകളും ഉപയോഗിക്കാറുണ്ടല്ലേ. തികച്ചും പ്രകൃതിദത്തമായി ഇവ യാതൊരു ദോഷവും നമുക്ക് വരുത്താറില്ല. പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ഉള്ള മരുന്നും അടുക്കള കൂട്ടുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട 2 ഇൻഗ്രീഡിയൻസ് ആണ് ഈ തൈരും കാപ്പിപ്പൊടിയും എന്നുള്ളത്. ഇവ 2 സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ചേരുവകളാണ്. ഇവ രണ്ടും ചേർത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ പലതരത്തിലുള്ള ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്തിനുണ്ടാവും കേട്ടോ. ഇതിനുശേഷം നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നമ്മുടെ കയ്യിലോട്ട് പുരട്ടി കൊടുക്കുക. ഇതിൽ പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ് ആയ തൈര് എന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതിൽ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഈ തൈരെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യകരമായ ഗുണങ്ങൾ ഒരുപാട് നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം, മുടി, ഇവയ്ക്കൊക്കെ ഈ തൈര് ഒത്തിരി ഗുണകരമായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ തൈരിനൊരു ബ്ലീച്ചിങ് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മുടെ മുഖത്തൊരു ഇത് തേക്കുമ്പോൾ നമുക്കൊരു നിറം നമുക്ക് തോന്നിക്കാനുണ്ടാകുന്ന ഒരു പ്രധാന കാരണം. അതുപോലെ തന്നെ ഇതിലെ ലാക്റ്റിക് ആസിഡും നമുക്ക് നിറം നൽകാനായിട്ട് ഒരു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചർമ്മത്തിലെ സുഷിരങ്ങൾ ചെറുതാക്കാനും ഒക്കെ ഇത് തൈര് നല്ലതാണ്. ഇനി കയ്യിൽ നന്നായിട്ട് ഈ മിശ്രിതം തേച്ച് പിടിപ്പിച്ച് നമ്മൾ കുറച്ച് നേരം അത് വെയിറ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ തന്നെ അതൊന്ന് ഉണങ്ങി വരും. നമുക്ക് ഉണങ്ങി വന്ന ശേഷം നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് അത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് വാഷ് ചെയ്യാം. അപ്പം നമ്മൾ സ്പോഞ്ച് എടുത്ത് ആ വെള്ളം ഒന്ന് വെച്ച് നമ്മളതൊന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കാണാം. നല്ല നിറം വെക്കുകയില്ലെന്ന് നമുക്കറിയാമല്ലോ, നോക്കാം. എന്തായാലും നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം ഇത് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. ഏതൊരു കാര്യവും നമ്മൾ മുടങ്ങാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നതല്ലേ. അല്ലാണ്ട് നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഒന്നിനും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ആ മടിയൊക്കെ മാറ്റി വെച്ച് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സമയം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞാനൊട്ടും ശ്രദ്ധയുണ്ടായിരുന്ന ഒരാൾ അല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യകത മനസ്സിലായത്. നമുക്ക് ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചാൽ നമ്മുടെ സ്കിന്നിന് നിറമൊക്കെ അതുപോലെ തന്നെ നിൽക്കുള്ളൂ, കരുവാളിപ്പ് മാറ്റം എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റ് കിട്ടുമ്പോഴേക്കും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വ്യത്യാസം കണ്ടോ? അതിന് കൈക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ തന്നെ സാധിക്കുന്നുണ്ടാവും അല്ലേ. ഈ തൈരിലെ ആ ഒരു എഫക്റ്റും കോഫി പൗഡറിലെ എഫക്റ്റൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇതുപോലൊരു നിറം കിട്ടാനായിട്ട് കാര്യം. വ്യത്യാസം കണ്ടോ? ചേഞ്ചസ് കണ്ടോ? ഇപ്പം നിങ്ങൾ പെട്ടെന്ന് അങ്ങ് വെളുക്കുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അതിൻ്റെ കുറേശ്ശെ നമ്മളത് ചെയ്യുന്നതനുസരിച്ചാണ് മാറ്റം ഉണ്ടാകുന്നത്. ഞാനിത് ചെയ്യുന്ന കണ്ടപ്പോൾ നന്ദുവിനും ചെയ്യണമെന്ന് പറഞ്ഞ് നന്ദു ഓടി വന്ന് കുഞ്ഞുങ്ങൾക്കും ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൽ ഒരു കെമിക്കൽസോ
കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കും വല്ലപ്പോഴൊക്കെ ചെയ്ത് കൊടുത്താൽ അവരുടെ മുഖത്തിന് മാറ്റം ഉണ്ടാവും. അപ്പം നന്ദുവിന് അത് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്ദു ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കണം, അവൾക്കത് ചെയ്യണതും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആൾ. അപ്പം ഞാൻ എന്തായാലും അവിടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൾക്കും ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്ദുവിൻ്റെ മുഖത്തും ഉണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാം. അപ്പം നന്ദു ഭയങ്കര സന്തോഷത്തോടെ ഇന്നത് ചെയ്യുവാണ് കേട്ടോ. നന്ദുവിൻ്റെ മുഖത്ത് ഇട്ട ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി വന്നപ്പോഴേക്കും നമ്മളത് തുടയ്ക്കാൻ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി പാട്, അത് ആദ്യം ഞാൻ നനച്ച് കൊടുക്കാൻ വിട്ടുപോയി. പിന്നെ അത് മുഖത്തൊന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചൊക്കെ കൊടുത്തപ്പോഴേക്കും പതിയെ അത് പോന്നു. അപ്പം അവളുടെ മുഖത്തെ ആ വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യത്യാസം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതുപോലുള്ള ഫേസ് പാക്കുകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്ദുവിന് എന്തായാലും സന്തോഷമായി കേട്ടോ. അവൾ അതൊന്ന് മാറ്റി വരുമ്പോൾ അവളുടെ ഫേസ് കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും ഒരു സന്തോഷമായി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നിങ്ങൾ കൊടുക്കുക. ചെറിയ ചെറിയ ടിപ്സൊക്കെ അവർക്കും ചെയ്ത് കൊടുക്കണം, അവർക്കും സന്തോഷമാകുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഫേസ് പാക്കുകൾ ആയിട്ട് ഇനി വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും കമൻസും ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാവേ.